എന്റെ അടുത്ത് പറയും അവിടെ ഇവിടെ ലിഡലില് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തുണി അവിടെ കിടന്ന് അത് നേരെ ഡൊണേഷന് പോകും. ഓക്കെ, അപ്പൊ അതാണ് സൽമാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. ആഗ്രഹിക്കുന്നുണ്ടോ? യാ, തീർച്ചയായിട്ടും. എനിക്ക് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതെ, ഇതെന്താ അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ കുട്ടി ചോദ്യം? ഡൊണേഷന് പോവല്ലോ. ഓക്കെ, ഈ ട്രസ്റ്റിംഗ് പീപ്പിൾ, അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് എല്ലാരും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. എല്ലാരും എന്താണ് നല്ല ആളാന്ന് പെട്ടെന്ന് വിചാരിച്ച ലാസ്റ്റ് ആ ഒരാള് പച്ചുനെ ഹേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. പല ഹേർട്ടിങ് പ്രോസസ്സിൽ പോകണ്ട എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ഓവർ മിങ്കിൾ ആവരുത് എന്ന്. എന്നാൽ നമ്മള് ആയും പോവും, ലാസ്റ്റ് ഒരു പണിയും കിട്ടും. ഇത് റിപ്പീറ്റഡ് ആണ്, എത്ര കിട്ടിയാലും പഠിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഇവള് പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ലൈക്ക് സി ആ ആള് എനിക്ക് ശരിയില്ല പച്ചു, നീ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയും. എന്താ ഞാൻ പറയില്ല നിർത്ത് എന്നൊന്നും പറയില്ല, ശ്രദ്ധിച്ചോ എന്ന് പറയും. പിന്നെ ലാസ്റ്റ് പണി കിട്ടുമ്പോ പിന്നെ പറയും ആ ശരിയാണ്. അങ്ങനെ മേഘ പറഞ്ഞ ആരെങ്കിലും കയ്യിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടോ? ഓ യാ. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷെ അതൊന്നും അറിഞ്ഞോണ്ട് ചെയ്യണല്ല. നമ്മള് നല്ല മനസ്സ്, കുഞ്ഞു മനസ്സിലെന്ത് ഒരാള് നമ്മളോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മള് വിശ്വസിക്കണോ വേണ്ട ഇങ്ങനെ സെക്കൻഡ് തോട്ട് എടുക്കൂല. നമ്മൾ അറിയാണ്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ അങ്ങനെ പോകും. ചിലപ്പോൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നമ്മൾ ഭയങ്കര ക്ലോസ് ആവും, ഭയങ്കര വിശ്വസിച്ചിരിക്കും. ലാസ്റ്റ് എന്തെങ്കിലും ഒരു പണി കിട്ടും. അപ്പോൾ ചില റിഗ്രറ്റ്സ് വരും. പക്ഷെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത ആള് പറയുമ്പോൾ ഇതങ്ങനെ ആയിരിക്കൂല എന്ന് തോന്നും, പക്ഷെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്ക് മനസ്സിലായില്ലേ? അപ്പൊ മേഘയില് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചില സമയത്ത് ഭയങ്കര മറവിയാണ്. മറവി എന്ന് വെച്ചാല് ഇന്ന് രാവിലെ കുളിക്കാൻ വേണ്ടി ഇട്ട ഹീറ്റർ കോളേജിൽ പോയിട്ട് വന്നിട്ട് ഈവനിങ് ആണ് ഓഫ് ചെയ്തത്. ഈ പറയുന്ന ആള് വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ രാവിലെ പോയിട്ട് വന്നു. ഞാൻ ആ റൂമിൽ പിന്നെ കേട്ടിട്ടില്ല, സോഫയിൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. ഇങ്ങനെ കുഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങള്. പിന്നെ ഈ ചെറിയൊരു ഇത് ഇത്ര രീതിയിലല്ലെങ്കിലും കുളിച്ചിട്ട് വെട്ടവല് ബെഡിലിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാനത് എപ്പോഴും പറയും യൂസ് ചെയ്തിട്ട് പോണം. അപ്പൊ ഇവള് ആ ഒരു തിരക്കില് ചെയ്യുന്നതാണ്. എന്നാലും അതൊന്നും you know so many duties and responsibilities എനിക്കിതൊന്നും responsible wife. being wife. Yeah. Okay baby. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. പക്ഷെ പണിഷ്മെന്റ് ഉണ്ട് ഇതില്. ഡോണ്ട് വറി, ഇതില് പണിഷ്മെന്റ് ഇല്ല, അത് കുഴപ്പമില്ല. ഇതിനകത്ത് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പാട്ടായി ഒക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മളൊരു റൊമാൻറ്റിക് ഡാൻസ് കളിക്കണം. അയ്യോ, ചെറിയ സിമ്പിൾ സ്റ്റെപ്സ്, രണ്ട് ഇങ്ങനത്തെ ഇതും കറക്കല്, അടിപൊളിയല്ലേ? നല്ല അടിപൊളി ഡാൻസ് എടുത്ത് ക്ഷീണിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് കളിച്ച ഒരു എക്സ്പീരിയൻസ്? സോ ഗുഡ്. ഒരു ബൂസ്റ്റിൽ ബോൺവിറ്റ കലക്കി ഒരു ഹോർലിക്സ് എടുത്താലോ? അടിപൊളി അടിപൊളി. കാര്യമുണ്ട്, മറന്നുപോയി. തരാനാണോ? അല്ല, ഇതത് നീ തന്നെ തിരിച്ചു വാങ്ങാനാണോ? ഇല്ല, ഇതൊക്കെ ഉണ്ട്. ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് ഈ സാധനത്തിന്റെ വില എന്താണെന്നറിയോ? ഇതിന്, ഈ സാധനത്തിന് അടിച്ചു മാറ്റിയതൊന്നുമല്ല. ഇത് ഞാൻ പ്രത്യേകം ഈ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനം. ഈ ഹോട്ടലിന്റെ പേരല്ല അത്. പരസ്യമായിട്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. ഇവള് പറയും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും തരികിടി ആയിരിക്കും. ഞാൻ കേൾക്കണായിരിക്കടി. കാണാൻ ഭംഗിയില്ലാത്ത ആളും തരികിടി ഉണ്ട്. നിന്നാ മനസ്സിലായത്? ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കും. ഓക്കെ, ഇത് എന്റെ ഒരു സിഗ്നേച്ചർ ആണ്. നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചു വെക്കണേ. എന്താ മുഖത്തൊരു വൃത്തികെട്ട എക്സ്പ്രഷൻ? ഇത്രയും വൃത്തികെട്ട സിഗ്നേച്ചർ കണ്ടില്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് പണ്ടേ മോശം കേട്ടോ. ഏതോ ആരുടെ എന്തോ സിഗ്നേച്ചർ നിനക്ക് വേണോ?
അല്ല എടുത്തു വെച്ചോ ബാങ്ക് അക്കൗണ്ട് ചെക്കില് ട്രോളുമാണ്. നിങ്ങൾ ഇവർക്ക് ശക്തമായി ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്താ സംഭവം? ആക്രിക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് നിങ്ങൾ എടുത്ത് എടാ ഒരു പേപ്പർ നല്ല വിലയുണ്ട്, നമുക്ക് വിൽക്കാം ഇത്. കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു? പക്ഷെ കാര്യം തിരിച്ചറിയാനുള്ള വയസ്സൊക്കെ ആയി, അതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ എന്റെ സ്മരണക്കായിട്ട് എടുത്തു വെക്കണം. പറയണം, ഒരു ചേച്ചി, ഒരു അടിപൊളി ചേച്ചി തന്ന സിഗ്നേച്ചർ ആണ്, അങ്ങനെ ആർക്കും കൊടുക്കാറൊന്നുമില്ല, പിന്നെ നിങ്ങൾക്കായിട്ട് തന്നതാന്നൊക്കെ പറഞ്ഞാൽ മതി. ശരി, ഇനിയിപ്പോ ഇത് എവിടെയാ കളയണ്ടേ? മേഘ ഇനി ഉമ്മച്ചിക്കുട്ടിയാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അമ്മായിയമ്മയുടെ ദേഷ്യമൊക്കെ മാറി തുടങ്ങിയെന്നും പലരും പറയുന്നുണ്ട്. കാരണം സൽമാൻ തന്നെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മേഘയോട് അല്ലെങ്കിൽ തന്നോടുള്ള ദേഷ്യമൊക്കെ അമ്മയ്ക്ക് മാറി തുടങ്ങി, ഉമ്മ മെസ്സേജ് അയച്ചു, വിളിച്ചു എന്നൊക്കെ. ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു മിഴി രണ്ടിലും. സഞ്ജു ലച്ചു ജോഡികളുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്ന് ആരാധകരെല്ലാവരും ഒരുപോലെ പറയാറുമുണ്ട്. ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളും സജീവമായിരുന്നു. സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒന്നിച്ച വിശേഷം കഴിഞ്ഞ ദിവസമാണ് ഇരുവരും പങ്കുവച്ചത്. ഇവരൊന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണിത്. എന്നാൽ ഇത്ര ചെറുപ്രായത്തിലെ മേഘയ്ക്ക് ഇത് വേണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരുന്നു വിവാഹം എന്ന് ചോദിച്ചവരുമുണ്ട്.